മരിച്ചവനായി രേഖകളിൽ തുടരുന്ന ഒരാൾ, നിയമത്തിനു മുന്നിൽ ഇല്ലാത്തവൻ, പക്ഷേ പ്രതികാരത്തിൻ്റെ നിഴലായി ജീവിക്കുന്നവൻ. മഹേന്ദ്രൻ സത്യത്തോട് കൂടുതൽ അടുത്തെത്തുമ്പോൾ മറുവശത്ത് ജോസ് മാത്യുവും ജീവനും നന്ദനെ ലക്ഷ്യമാക്കി കൽപ്പറ്റയിൽ എത്തുന്നു. പുതിയ നീക്കങ്ങൾ ആരംഭിക്കുന്ന 67-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. കുറേയൊക്കെ കാര്യങ്ങൾ മഹേന്ദ്രന് അറിയാവുന്നതാണെങ്കിൽ കൂടി ഒന്നും പരിചയമില്ലാത്തതാണെന്ന രീതിയിലായിരുന്നു അയാളുടെ മുൻപിൽ മഹേന്ദ്രൻ്റെ അഭിനയം. എന്നാലും മുഴുവൻ കാര്യങ്ങളൊന്നും അവർക്ക് അറിയാമായിരുന്നതുമല്ല. ഇവർക്ക് കേട്ടറിവല്ലേ ഉള്ളൂ. കണ്ടറിഞ്ഞ അനുഭവസ്ഥന് കുറെ കൂടി വ്യക്തമായി കാര്യങ്ങൾ അറിയാൻ കഴിയുമല്ലോ. അന്ന് രാത്രിയിൽ ഉമ്മച്ചൻ മുതലാളിയും കൂട്ടരും അവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരെയും തന്നെ ഇല്ലായ്മ ചെയ്തതും കൂട്ടുകാരനും കൊല്ലപ്പെട്ടു എന്ന് കരുതിയതും രമേശൻ പറഞ്ഞു. എന്നിട്ട് വനത്തിൽ കൊണ്ടുപോയി കളഞ്ഞതുവരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ വളരെയധികം അതിശയത്തോടെയാണ് മഹേന്ദ്രൻ കേട്ടിരുന്നത്. അതിനുശേഷം അയാൾ ആദിവാസികളുടെ ചികിത്സയിൽ കുറേ കാലം കഴിഞ്ഞതും പിന്നീട് പുറത്തിറങ്ങിയതുമായ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു. പക്ഷേ എല്ലാം കൂട്ടുകാരൻ്റെ ചരിത്രമാണെന്ന രീതിയിൽ തന്നെയാണ് രമേശൻ പറഞ്ഞത്. അത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ മഹേന്ദ്രൻ ചോദിച്ചു, കൂട്ടുകാരൻ്റെ കുടുംബം അടക്കം നശിപ്പിച്ചിട്ട് പോലും അവൻ അയാളോട് ക്ഷമിച്ചെങ്കിൽ പിന്നെ അയാളെ സമ്മതിക്കുക തന്നെ വേണം. അത്രയും വിശാല മനസ്സൊന്നുമുള്ളവർ ആരെങ്കിലും ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാൻ ആ ടൈപ്പല്ല. ഞാനാണെങ്കിൽ 3 തരം അവന്മാരെ തീർത്ത് കളയുക തന്നെ ചെയ്യും, എങ്ങനെയെങ്കിലും. അതിന് ആര് പറഞ്ഞു കൂട്ടുകാരൻ വെറുതെ ഇരുന്നു എന്ന്? അവർ ഓരോരുത്തരായി തീർന്നു. ഒരു പൂച്ചക്കാളിയും വിവരമറിഞ്ഞില്ല. ഒരാളും കൂട്ടുകാരനെ പിടിച്ചുമില്ല. കാരണം എന്താണെന്നറിയാമോ? രേഖകൾ പ്രകാരം കൂട്ടുകാരനും കൊല്ലപ്പെട്ടതാണ്. കൂട്ടുകാരൻ്റെ കുടുംബത്തിലുള്ള ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടു. കൂട്ടത്തിൽ അവനും കൊല്ലപ്പെട്ടതാണല്ലോ. പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റവും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് കൊല്ലപ്പെട്ടവൻ ചെയ്യുന്ന കുറ്റത്തിന് ശിക്ഷ ഉണ്ടാവുകയില്ലല്ലോ. ആ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയത്. അതുകൊണ്ട് മാത്രമാണ് അവൻ ശിക്ഷിക്കപ്പെടാത്തത്. എങ്ങനെയാണ് അവനത് നടപ്പിലാക്കിയതെന്നോ എപ്പോഴാണ് നടപ്പിലാക്കിയത് എന്നോ ഒന്നും എനിക്ക് വിശദമായി അറിയില്ല. ഇത്തരം കാര്യങ്ങൾ അവനോട് കൂടുതൽ ചോദിക്കുന്നതും അവൻ ഇഷ്ടമുള്ള കാര്യമല്ല. മഹേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇപ്പോഴും രമേശനിൽ നിന്നും പുറത്തു ചാടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാലും ഒരു കാര്യം തീരുമാനമായി. ഈ സംഭവങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞ സ്ഥിതിക്ക് തങ്ങൾക്ക് ആള് മാറിയിട്ടില്ല എന്നും ഇത് തന്നെയാണ് തങ്ങൾക്ക് ലഭിക്കേണ്ട ആളെന്നും കൃത്യമായി തന്നെ മഹേന്ദ്രന് മനസ്സിലായി. ഇനിയിപ്പോൾ എന്താണ് ബാക്കി ചെയ്യേണ്ടത് എന്ന് രഞ്ജിത്തിനോടുകൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കാം എന്ന് കണക്കുകൂട്ടിക്കൊണ്ടാണ് അയാൾ അവിടെ നിന്നും പോകാൻ എഴുന്നേറ്റത്. എഴുന്നേറ്റപ്പോൾ രമേശനോട് അയാൾ പറഞ്ഞു, സംശയമൊന്നും തോന്നിയതായി രമേശൻ വിചാരിക്കരുതല്ലോ. അതുകൊണ്ട് ശ്രദ്ധാപൂർവം വേണം ഇനി എല്ലാം. അയാളുടെ കഥ ദുഃഖകരമാണെങ്കിലും കഥ കേട്ടിരിക്കാൻ കൊള്ളാമായിരുന്നു. എന്താണെങ്കിലും സ്വന്തം കുടുംബത്തിൽ എല്ലാവരെയും നശിപ്പിച്ചവനെ അല്ലേ അവൻ കൊന്നു തള്ളിയത്. അവനെ കുറ്റം പറയാൻ കഴിയില്ല. നിയമത്തിൻ്റെ മുൻപിൽ അവൻ എങ്ങനെയാണെങ്കിലും മനസാക്ഷിയുടെ മുൻപിൽ അവൻ കുറ്റവാളിയല്ല.
ചെയ്യാൻ കഴിയുമെങ്കിൽ ആരായാലും അതേ ചെയ്യൂ. ആ കാര്യത്തിൽ എൻ്റെയും അഭിപ്രായം അതുതന്നെയാണ്. മനുഷ്യനെ എന്നല്ല, ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിക്കുന്നതിൽ താല്പര്യമില്ലാത്തവനാണ് ഞാൻ. എന്നാലും നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്ന എൻ്റെ കൂട്ടുകാരന് ഞാൻ സപ്പോർട്ട് കൊടുക്കുകയേ ഉള്ളൂ. നീ സപ്പോർട്ട് കൊടുത്തു. നീ തന്നെയാണ് ആ കൂട്ടുകാരനെന്ന് എനിക്കറിയാം മോനെ. നിന്നെ ഞാൻ പൊക്കുകയും ചെയ്യും. തിരിഞ്ഞു നടക്കുമ്പോൾ മഹേന്ദ്രൻ മനസ്സിൽ പറഞ്ഞു. ആ ദിവസം കേരളത്തിൽ ജീവൻ ജോസും ജോസ് മാത്യുവും കൽപ്പറ്റയിൽ എത്തി. അവരുടെ പ്രധാന ലക്ഷ്യം നന്ദനാണെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. വന്ന വഴി തന്നെ മറ്റെവിടെയും തങ്ങാതെ അവർ നേരെ പോയത് ജോസ് മാത്യുവിൻ്റെ അങ്കിൾ കുര്യാക്കോസിൻ്റെ അടുത്തേക്കാണ്. നേരത്തെ വിവരമറിയിക്കാതെ ചെന്നതായതുകൊണ്ട് അവിടെ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന സംശയത്തിലാണ് വീട്ടിലേക്ക് കയറാൻ വേണ്ടി ബെല്ലടിച്ച് കാത്തുനിന്നത്. അങ്കിളിൻ്റെ ഭാര്യ അഥവാ ജോസിൻ്റെ ആൻറ്റി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് മതി താനും. അധികാരത്തോടെയും ആശ്ചര്യത്തോടെയുമായിരുന്നു ആൻറ്റിയുടെ ചോദ്യം. നീ എന്നാടാ ജോസേ വിവരമൊന്നും പറയാതെ ഇങ്ങ് വന്നത്? എവിടെയെങ്കിലും പോയേച്ചു വരുന്ന വഴിയാണോടാ? അങ്കിളിൻ്റെ അടുത്ത് വരാൻ എനിക്ക് നേരത്തെ വിവരമറിയിക്കേണ്ട കാര്യമുണ്ടോ? അത്യാവശ്യത്തിന് കൽപ്പറ്റയിൽ വന്നപ്പോൾ ഇങ്ങോട്ട് പോന്നേ ഉള്ളൂ. വിവരമറിയിക്കുകയോ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയോ ഒന്നും വേണ്ട. എന്നാലും ഞങ്ങളാരെങ്കിലും ഇവിടെ ഉണ്ടാകണ്ടേ? ഞങ്ങളിവിടെ ഇല്ലായിരുന്നെങ്കിൽ നീ ചുമ്മാ വന്നേച്ചു പോകേണ്ടി വരില്ലായിരുന്നോ? എന്നിട്ടിപ്പം ചുരുക്കി പറഞ്ഞാൽ അങ്കിളും ജോസുകുട്ടിയും ഒന്നും ഇപ്പോൾ സ്ഥലത്തില്ലായിരിക്കും. ആൻറ്റി പറഞ്ഞു വരുന്നത് കേട്ടാൽ അങ്ങനെ തോന്നുമല്ലോ. അങ്കിളും ജോയിയും കൂടി ഇന്നലെ കാട്ടിൽ പോയതാ. എന്ന് തിരിച്ചു വരുമെന്നൊന്നും പറയാനൊക്കില്ല. നിന്റെ പുറകിലാരാടാ? എനിക്കറിയത്തില്ലാത്തൊരു കൊച്ചൻ. നിന്റെ കൂട്ടുകാരനാണോ? അതെ, അവൻ്റെ പേര് ജീവൻ എന്നാണ്. അവൻ്റെ അപ്പൻ്റെയും എൻ്റെയും പേര് ഒന്നു തന്നെ, ജോസ്. ഏതു നേരവും സാറെന്നല്ലാതെ വേറെ ഒന്നും വിളിച്ചിട്ടില്ലാത്ത ജോസിൻ്റെ ഇപ്പോഴത്തെ വിളിയും പറച്ചിലും ഒക്കെ കേട്ടാൽ ആരും കണ്ണു മിഴിച്ചു പോകും. മേലുദ്യോഗസ്ഥനാണ് എന്ന് ആർക്കും സംശയം തോന്നില്ല. അവനെ അടുത്തറിയുന്ന അക്കാമ്മച്ചേടത്തിക്ക് പോലും സംശയം തോന്നിയിട്ടുണ്ടാവില്ല. നിന്റെ വീടും നാടും ഒക്കെ എവിടെയാടാ കൊച്ചേ? ഞങ്ങളെങ്ങാനും അറിയുന്നവരാണോ? നാട്ടിലുള്ള നിന്റെ കാരണവന്മാർ എന്നറിയാനാ. ജീവൻ മുന്നോട്ട് കയറി വന്നു. തൻ്റെ വീടും വീട്ടുപേരും അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ പേരും അമ്മയുടെ വീട്ടുപേരും വരെ പറഞ്ഞു. അവരെ അറിയാനുള്ള ഒരു സാധ്യതയും ആ മുഖഭാവത്തിൽ നിന്ന് തോന്നുന്നില്ല. ചെപ്പുകുളം ഭാഗത്തൊന്നും എനിക്ക് പരിചയമില്ല. ഒപ്പം പഠിച്ചവരെയോ നേരത്തെ അറിയാവുന്നവരിൽ ആരെയെങ്കിലുമോ കെട്ടിച്ചു വിട്ടതെങ്ങാനുമുണ്ടോ എന്ന് ഇനി പറയാനും പറ്റില്ല. ഏതായാലും അത് പോകട്ടെ. ചെപ്പുകുളങ്കാർ പലരും വയനാട്ടിലുണ്ട് കേട്ടോ. ഇച്ചായൻ അറിയാമായിരിക്കും. നിങ്ങൾ കയറി വാ. എന്നതാ കുടിക്കാൻ വേണ്ടി എടുക്കേണ്ടത്? അതിനുശേഷം കുടിക്കാൻ എടുക്കേണ്ട സാധനങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ചേടത്തി അങ്ങോട്ട് പറഞ്ഞു. ജീവനൊന്ന് അതിശയിച്ചു പോയി. ഇത്രയെല്ലാം സാധനങ്ങൾ തയ്യാറുണ്ടോ? ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് അടിച്ചു വെച്ചതുണ്ട്. ജോസ് കുട്ടിക്ക് അതാണ് പ്രിയം. എന്നാൽ കെട്ടിയോന് അതത്ര പിടുത്തമല്ല. അതിയാന് കൈതച്ചക്ക ജ്യൂസാണ് ഇഷ്ടം. അതുകൊണ്ട് അത് രണ്ടും മിക്കവാറും എല്ലാ ദിവസവും ഇവിടെ കാണും. ഏതാ എടുക്കേണ്ടതെന്ന് പറയടാ ജോസേ. ഏറ്റവും അടുത്ത ഒരാൾ പറയുന്നത് പോലെയേ വളരെ പെട്ടെന്ന് തന്നെ
ചേടത്തിയുടെ പറച്ചിൽ കേട്ടാൽ ആർക്കും തോന്നത്തുള്ളൂ. അത്രയ്ക്ക് അടുത്തുള്ള ഇടപഴകലാണ്. വല്ലപ്പോഴുമൊക്കെയേ കാണാറുള്ളൂ എങ്കിലും ജോസിനോടുള്ള സംസാരം അവരുടെ മകൻ ജോസുകുട്ടിയോടുള്ളതിനെ പോലെ അധികാരത്തിലാണ്. അത് അവനും വളരെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ആൻറ്റി ഒരു കാര്യം ചെയ്യും, പാഷൻ ഫ്രൂട്ട് ജ്യൂസ് എടുത്താൽ മതി. അതിനേതാണ്ടൊക്കെയോ ഔഷധ ഗുണമുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. ഔഷധ ഗുണമൊക്കെ ഉണ്ട്. അതും പറഞ്ഞുകൊണ്ട് നിന്നാൽ ദാഹിച്ചു നിൽക്കുന്ന നിങ്ങൾക്ക് ഗുണമില്ല. ഞാൻ പോയി ജ്യൂസ് എടുത്തുകൊണ്ടുവരാം. പറഞ്ഞു തീർന്നതേ അവർ അടുക്കളയിലേക്ക് കയറിപ്പോയി. അടുക്കളയിലേക്ക് പോയി എന്ന് പറഞ്ഞാലും വലിയ വീട്ടിലെ അടുക്കളയിലേക്കായതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് മാത്രമേ ചവിട്ടിൻ്റെ ശബ്ദം കേട്ടുള്ളൂ. അങ്കിളും ജോസുകുട്ടിയും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഉദ്ദേശിച്ച പദ്ധതി നടപ്പിലാക്കാൻ വേറെ സ്ഥലം അന്വേഷിക്കേണ്ടി വരുമല്ലോ എന്നാണ് ജീവൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്തെങ്കിലും പരിഹാരം ഇവൻ്റെ അറിവിൽ ഉണ്ടാകുമോ എന്ന് പറയാനുമില്ല. അപ്രതീക്ഷിതമായി അങ്കിളോ ജോസുകുട്ടിയോ നേരത്തെ വന്നാലും മതിയല്ലോ. അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. ഇവിടവുമായി ബന്ധപ്പെട്ട് തന്നെ കാര്യം നടത്താനുള്ള വഴി കാണുകയാണെങ്കിൽ അതായിരുന്നു കൂടുതൽ നല്ലത്. ജോസ് മാത്യു എന്തോ ചിന്തയിലാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ അവനും ചിന്തിക്കുന്നത് ഇതേ കാര്യം തന്നെ ആയിരിക്കും. അത്തരം കാര്യങ്ങളിൽ ആരും പ്രതീക്ഷിക്കാത്ത പരിഹാരമുണ്ടാക്കാൻ അവൻ വിദഗ്ധനാണ്. ജോസേ, നമ്മുടെ പദ്ധതി നടപ്പാക്കാൻ എന്തെങ്കിലും തടസ്സം വരുമോ? നമ്മൾ ഉദ്ദേശിച്ച ആളുകളൊന്നും ഇവിടെ ഇല്ലല്ലോ. ഒറ്റ ഒരു നുണ പറഞ്ഞാൽ തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതൊക്കെ ഞാൻ ഏറ്റു. അപ്പോഴേക്കും ജ്യൂസുമായി അക്കാമ്മച്ചേടത്തി വരുന്നതിൻ്റെ ശബ്ദം കേട്ടു. രണ്ടുപേരും എഴുന്നേറ്റു. അവിടെ ഇരിക്കണടാ പിള്ളേരെ. അമ്മച്ചിയെ കാണുമ്പോൾ നിങ്ങൾ എപ്പോഴും എഴുന്നേൽക്കാറില്ലല്ലോ. അതുപോലെ തന്നെ ഒരമ്മച്ചിയായി എന്നെയും കണ്ടാൽ മതി. ജ്യൂസ് കുടിച്ചതിന് ശേഷം ജോസ് മാത്യു അക്കാമ്മച്ചിയുടെ ഒപ്പം തന്നെ അടുക്കളയിലേക്ക് നടന്നു. അതിനിടയിൽ അവരെന്തൊക്കെയോ പറഞ്ഞു. എന്താണെന്നൊന്നും ജീവന് അറിയില്ല. എന്താണെങ്കിലും ചിരിച്ചുകൊണ്ടാണ് മടങ്ങി വന്നത്. അടുത്തെത്തുന്നതിന് മുൻപേ അല്പം ഉറക്ക പറയുന്നത് കേട്ടു. അവനെ മാത്രം ഉദ്ദേശിച്ചല്ല, തന്നെയും കൂടി ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് ജീവന് മനസ്സിലായി. ഇവൻ്റെ ചില നേരത്തെ പറച്ചിൽ കേട്ടാൽ ഞങ്ങൾ വെറുതെക്കാരാണെന്ന് തോന്നിപ്പോകും. ഞങ്ങളുടെ മാത്തച്ഛൻ്റെ മക്കൾക്ക് അങ്ങനെയുള്ള അവകാശങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. രണ്ടും കൂടി പറഞ്ഞതെന്നതാണെന്ന് ജീവന് പിടികിട്ടിയില്ലല്ലോ. എങ്കിലും ആള് ജോസ് മാത്യു അല്ലേ? എന്തെങ്കിലും കല്ല് വെച്ച നുണ കത്തിച്ചിട്ടുണ്ടാകും. ആ കാര്യത്തിൽ അവൻ വേന്ദ്രനാണ്. അത് പാവം അക്കാമ്മച്ചിക്ക് നല്ല വിശ്വാസവുമായിട്ടുണ്ട്. അവനെ അവർക്ക് നല്ല വിശ്വാസമാണ്. അതുകൊണ്ട് അവൻ പറയുന്നതും വിശ്വസിക്കുന്നത് സാധാരണമാണല്ലോ. ജോസ് മാത്യുവിനോട് അന്ന് കാട്ടിലെ കഥകൾ പറഞ്ഞ ജോയി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്ദനുമായുള്ള ഇടപെടൽ കുറേ കൂടി എളുപ്പമാകുമായിരുന്നു. ആ ജോയിയാണല്ലോ അവൻ്റെ അങ്കിളിനൊപ്പം കാട്ടിൽ പോയി എന്ന് ചേടത്തി പറഞ്ഞത്. അപ്പോൾ പിന്നെ നന്ദനെ കാണാൻ കൂടെ വരാൻ അയാളെ കിട്ടില്ല. ഒരു കണക്കിന് മറ്റാരുമില്ലാതെ ഇരിക്കുന്നതാണ് നല്ലത്. പറഞ്ഞു പരിചയപ്പെടാൻ രണ്ടുപേരും അത്ര മോശമൊന്നുമല്ല. അതിനും എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം. അധിക സമയം അവിടെ നിൽക്കാതെ കൽപ്പറ്റയിലെ അവരുടെ ഓഫീസിലേക്ക് പോകണം. പോകുന്ന വഴിക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ അവിടെ പറയേണ്ട നുണ. എന്തുമാത്രം നുണ പറയുന്നുണ്ട് ദിവസവും അല്ലേ? മുഴുവനും എണ്ണം പറഞ്ഞ് കുമ്പസാരിക്കണം എന്നൊക്കെയാണ് വല്യമ്മച്ചി പറഞ്ഞിട്ടുള്ളത്.
പക്ഷേ അനുസരിക്കാറില്ലെന്ന് മാത്രം. ഇതിൻ്റെ മുഴുവൻ എണ്ണം പറയാൻ പോയാൽ കുമ്പസാരിപ്പിക്കുന്ന അച്ഛന് ബോധക്കേട് വരും. അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും ഉണ്ടോ ഓർക്കുന്നു കൃത്യമായ എണ്ണം? അങ്ങനെയല്ലേ നുണ പറയുന്നത്? എവിടെ ചെന്നാലും നുണ തന്നെ നുണ. നുണ പറഞ്ഞതുകൊണ്ടെങ്കിലും ഉദ്ദേശിച്ച കാര്യം നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. നടക്കുമോ ആവോ? രഞ്ജിത്തും മഹേന്ദ്രനും സത്യത്തോട് കൂടുതൽ അടുത്തെത്തിക്കഴിഞ്ഞു. എന്നാൽ ജീവൻ്റെയും ജോസ് മാത്യുവിൻ്റെയും പുതിയ പദ്ധതി കാര്യങ്ങളെ ഏതു വഴിയിലേക്ക് കൊണ്ടുപോകും? നന്ദനെ അവർക്ക് ചോദ്യം ചെയ്യാൻ കഴിയുമോ? ഇതെല്ലാം അറിയാൻ കൊലയാളിയുടെ അടുത്ത ഭാഗവുമായി മറ്റന്നാൾ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ.